Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് ICT റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് ICT റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a software that displays unwanted or sometimes irritating pop-up advertisements which can appear on your computer or mobile phone? Option A, spyware. Option B, adware. Option C, worm. And option D, Trojan horse. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാൽവെയേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കത് ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് മാൽവെയർ, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൽവെയേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം, അതിനുശേഷം ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. സോ വാട്ട് ഈസ് മാൽവെയർ? Malware is a malicious software. Malicious software എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് malware എന്ന് പറയുന്നത്. And it refers to any software that is designed to cause harm to computer systems, networks or users. അതായത് ഒരു യൂസേഴ്സിനോ അതല്ലെങ്കിൽ ഡിഫറെന്റ് നെറ്റ്വർക്സിനോ അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ ഹാം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് എന്താ മാൽവെയേഴ്സ് എന്ന് പറയുന്നത്, മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. So malwares is a software that get into the system without user consent to steal the user's private and confidential data, including bank details and passwords, credit card numbers, etc. So malwares എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, അത് യൂസറുടെ കൺസെന്റോട് കൂടിയിട്ടൊന്നുമല്ല കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യപ്പെടുന്നത്, ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്, സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ പാസ്വേഡ്സ്, ക്രെഡിറ്റ് കാർഡ് പിൻ നമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അവര് അത് തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മാൽവെയേഴ്സ് എന്ന് പറയുന്നത്. It disrupts the system's operation and even allow attackers to gain unauthorized access to your device. They also generate annoying pop-up ads and change system settings. Malware include computer viruses, worms, Trojan horse, ransomware, spyware and other malicious programs. അപ്പോൾ ഇതെല്ലാം malwaresന്റെ examples ആണ്. Ini individuals and organizations need to be aware of the different types of malware and take steps to protect their system, such as using antivirus software, keeping software and systems up to date, and being cautious when opening email attachments or downloading software from the internet, etc. അപ്പോൾ നമുക്ക് ഈ മാൽവെയേഴ്സിന് ഇങ്ങനെ പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർസും സിസ്റ്റംസും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാം. അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇമെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് പരിചയമില്ലാത്ത സോഴ്സുകളിൽ നിന്ന് വരുന്ന ഇമെയിൽസ് ഉള്ളത് ഓപ്പൺ ചെയ്യാതിരിക്കുക, അറ്റാച്ച്മെന്റ്സ് ഓപ്പൺ ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ അപ്പോഴെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വഴി നമുക്ക് മാൽവെയേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പറയുന്നത്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൽവെയേഴ്സ് നോക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മാൽവെയേഴ്സ് ഉണ്ട്, പക്ഷേ എക്സാംസിനെല്ലാം കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാൽവെയേഴ്സ് ആണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഹാർഡ്വെയർ കീലോഗേഴ്സ്. ഹാർഡ്വെയർ കീലോഗേഴ്സ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ കീസ്ട്രോക്ക് ലോഗിങ്. കീസ്ട്രോക്ക് ലോഗിങ്ങിന് വേണ്ടിയിട്ടാണ് ഹാർഡ്വെയർ കീലോഗേഴ്സ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ മെത്തേഡ്. എന്താണ് ഇനി keystroke logging എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ക്യാപ്ചറിങ് ആൻഡ് റെക്കോർഡിംഗ് കമ്പ്യൂട്ടർ യൂസേഴ്സ് കീസ്ട്രോക്സ്. അതായത് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന യൂസർ ഉണ്ടല്ലോ, അയാളുടെ കീസ്ട്രോക്സ്, അതായത് അയാൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന, അതായത് അതിൽ എന്തൊക്കെ വരും, അയാളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും പാസ്വേഡ്സും എല്ലാം വരും. അപ്പോൾ അയാൾ കീബോർഡിൽ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡാണ് ഈ കീസ്ട്രോക്ക് ലോഗിങ് എന്ന് പറയുന്നത്. They can be implemented by a BIOS level firmware or alternatively by a device plugged in line between a computer keyboard and a computer. So ഇത് എങ്ങനെയാണ് ഈ ഡാറ്റ അവർ തട്ടിയെടുക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറുമായിട്ട് മെയിൻലി കീബോർഡുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡിവൈസ് വഴിയാണ് ഈ എല്ലാ കീ സ്ട്രോക്സും, അതായത് കീബോർഡിൽ യൂസർ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നു ആ ഇൻഫർമേഷൻസ് എല്ലാം അവരെന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തട്ടിയെടുക്കാൻ, ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാർഡ്വെയർ കീലോഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഫേംവെയർ ആണ്. സോ ഫേംവെയർ എന്ന് പറയുമ്പോൾ അത് ഈ ഹാർഡ്വെയർ കീലോഗേഴ്സിലുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ കമ്പ്യൂട്ടേഴ്സ് ബയോസ് വിച്ച് ഇസ് ടിപ്പിക്കലി റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് കീബോർഡ് ഇവൻറ്റ്സ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കീബോർഡ് ഇവൻറ്റ്സിനെയും എന്താ പറയുക,
കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ബയോസ് ആണ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു, റീപ്രോഗ്രാം ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് റെക്കോർഡ്സ് കീ സ്ട്രോക്സ് ആസ് ഇറ്റ് പ്രോസസ് ദം. ഓക്കെ, അതായത് ഈ ഒരു ബയോസിനെ റീപ്രോഗ്രാം ചെയ്യുന്നതോടെ എന്താ സംഭവിക്കുന്നത്, കീബോർഡിൽ യൂസർ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നോ അതെല്ലാം എന്ത് ചെയ്യപ്പെടും, അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഈ ഒരു ബയോസിനെ റീപ്രോഗ്രാം ചെയ്തിട്ട് കീബോർഡ് സ്ട്രൈക്സ് എല്ലാം എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫേംവെയർ എന്ന് പറയുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ. ഇനി തേർഡ് വൺ ആണ് ഫിഷിംഗ്. It's a form of online fraud in which hackers attempt to get your private information such as passwords, credit cards or bank account data etc. ഫിഷിംഗ് എന്നുള്ളത് നമ്മൾ വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു മാൽവെയറിന്റെ പേരായിരിക്കും. അപ്പോൾ ഈ ഫിഷിംഗിൽ എന്താ ചെയ്യുന്നത്, ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കുക ആ ഒരു ഫിഷിംഗ് ഇല്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതായത് ഇവിടെ ഈ ഒരു ഹാക്കേഴ്സ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഇൻഫർമേഷൻസ് ആണ്. അതായത് നമ്മുടെ ഒരു പാസ്വേഡ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ പിൻ നമ്പർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡാറ്റ, അങ്ങനെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇവിടെ ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓൺലൈൻ ഫ്രോഡിലൂടെ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. This is usually done by sending false emails or messages that appear to be from trusted sources like banks or well-known websites, etc. അപ്പൊ ഇതെങ്ങനെ ഇവർ ഈ ഡാറ്റ ഒക്കെ തട്ടിയെടുക്കുന്ന വെച്ചാൽ അവർ നമുക്ക് ഇമെയിൽസ് അല്ലെങ്കിൽ മെസ്സേജസ് അയക്കും. അപ്പോൾ അത് അയക്കുന്നത് നമുക്ക് വളരെ ട്രസ്റ്റഡ് ആയില്ല, ഇപ്പൊ നമ്മുടെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് അത്രയും പരിചയമുള്ള ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് എന്നുള്ള രീതിയിലാണ് അവർ നമുക്ക് എന്ത് ചെയ്യുന്നത്, മെസ്സേജസ് മെയിലൊക്കെ അയക്കുന്നത്. അപ്പൊ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കും, അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഓപ്പൺ ചെയ്ത് അതിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സമയത്താണ് അവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മുടെ പിൻ നമ്പർ, പാസ്വേഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നത്, തട്ടിയെടുക്കുന്നത് ഈ ഹാക്കേഴ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ ആണ് ഇമെയിൽ സ്പാം. ഇമെയിൽ സ്പാം എന്നുള്ളത് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ജങ്ക് ഇമെയിൽ, സ്പാം മെയിൽ ഓർ സിംപ്ലി സ്പാം. ഇതൊക്കെ നമുക്ക് അറിയുന്ന, നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ഒന്നായിരിക്കും. കാരണം നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ജങ്ക് മെയിൽസ് എല്ലാം കാണാൻ സാധിക്കും അല്ലെ. സോ ഇറ്റ് റെഫേഴ്സ് ടു അൺസോളിസൈറ്റഡ് മെസ്സേജസ് സെൻഡ് ഇൻ ബൾക്ക് ബൈ ഇമെയിൽ. സോ ആ ടേം ഒന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് റെഫേഴ്സ് ടു അൺസോളിസൈറ്റഡ് മെസ്സേജസ് സെൻഡ് ഇൻ ബൾക്ക് ബൈ ഇമെയിൽ. ഇമെയിൽ വഴി ബൾക്കായിട്ട് വരുന്ന അൺസോളിസൈറ്റഡ് ആയിട്ടുള്ള മെസ്സേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമെയിൽ സ്പാം അല്ലെങ്കിൽ ജങ്ക് ഇമെയിൽ, സ്പാം മെയിൽ എന്നൊക്കെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ആഡ്വെയർ. ആഡ്വെയർ എന്നുള്ളത് അഡ്വർടൈസിങ് സപ്പോർട്ടഡ് സോഫ്റ്റ്വെയർ, അതിന്റെ ഷോർട്ട് ഫോം ആണ് ആഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആഡ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസിങ്, അതൊന്ന് ഓർത്ത് വെക്കണേ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ദാറ്റ് സീക്രറ്റ്ലി ഇൻസ്റ്റാൾസ് ഇറ്റ്സെൽഫ് ഓൺ യുവർ ഡിവൈസസ് ആൻഡ് ഡിസ്പ്ലേസ് അൺവാണ്ടഡ് അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് പോപ്പപ്പ്. ഇപ്പൊ നമ്മൾ ചില എന്താ പറയാ വെബ്സൈറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില അഡ്വർടൈസ്മെന്റ്സ്, പോപ്പപ്സ് ഒക്കെ വരുന്നത് കാണാൻ സൈഡിൽ അല്ലെ, വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സീക്രറ്റ്ലി എന്ത് സംഭവിക്കുകയാണ്, ആ സോഫ്റ്റ്വെയർസ്, ആ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. Adware is short for advertising supported software designed to throw advertisements upon your screen, most often within a web browser. It uses an underhanded method to either disguise itself as a legitimate or piggyback on another program to trick you into installing it on your PC, tablet or mobile device. അപ്പൊ ഇതങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതെന്ത് ചെയ്യാണ്, ഇങ്ങനെ സൈഡിൽ വരും, പോപ്പപ്പ് ആയിട്ടും അഡ്വർടൈസ്മെന്റ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ അത് ഓപ്പൺ ചെയ്യും. ചിലപ്പോൾ അത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പൊ അത് കണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ എന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൽ അത് എന്ത് ചെയ്യപ്പെടുകയാണ്, ആ ഒരു മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് അഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ബാക്ക്ഡോർ അറ്റാക്സ്. It allows a cyber attacker to compromise a computer system while using administrative access without even being noticed by any security software. It is somewhat related to real life theft where a thief uses vulnerabilities in a house for a backdoor entry to steal valuable. ഇപ്പോൾ നമ്മുടെ ശരിക്കും പറയുക റിയൽ ലൈഫിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ, ഇപ്പോൾ എന്താ പറയുക, ബാക്ക് ഡോറിലൂടെ കള്ളം കയറുന്ന ആ ഒരു ഇതില്ല, അത് തന്നെയാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അതായത് എല്ലാ സിറ്റുവേഷൻസ് എല്ലാം നോക്കും, ആരും ഇല്ല ഒന്നുമില്ല അങ്ങനെയൊക്കെ കാണുന്ന ടൈമിൽ എല്ലാം ഓക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാക്ക് ഡോറിലൂടെ പതുക്കെ കയറുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്താ വെച്ചാൽ സൈബർ അറ്റാക്കർ ആണ്. അവരെന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് എന്താ പറയുക,
എല്ലാ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ എല്ലാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ പറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ആരും കാണാതെ എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ മോഷ്ടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്ക്ഡോർ അറ്റാക്സ് ക്യാൻ ബി സീരിയസ് ഇഷ്യൂസ് ആൻഡ് മേ ലീഡ് ടു ഡാറ്റ ബ്രീച്ചസ്, ഫിനാൻഷ്യൽ ലോസസ്, റെപ്യൂട്ടേഷണൽ ഡാമേജ് ആൻഡ് കൺസേൺസ് അബൌട്ട് നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള നാഷണൽ ലെവലിലുള്ള അങ്ങനെയുള്ളതിലൊക്കെ കയറുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ ഡാറ്റ ഒക്കെ അവർ എന്താ പറയുക തട്ടിയെടുക്കില്ലേ. അപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയി മാറും. അപ്പോൾ ഇതാണ് ഒരു ബാക്ക്ഡോർ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, 7th വൺ എന്ന് പറയുന്നത് റാൻസം വെയർ. ഇതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ റാൻസം വെയർ എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഹോൾഡ്സ് എ വിക്ടിം സെൻസിറ്റീവ് ഡാറ്റ ഓർ ഡിവൈസ് ഹോസ്റ്റേജ്, ത്രെറ്റനിങ് ടു കീപ് ഇറ്റ് ലോക്ക്ഡ് or worse unless the victim pays a ransom to the attacker. അതായത് ഇവിടെ ഒരു യൂസറിന് അല്ലെങ്കിൽ ഒരു വിക്ടിമിന്റെ എന്ത് ചെയ്യാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡിവൈസ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്ത് വെക്കുകയാണ്, ലോക്ക് ചെയ്യുക, ഹാക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഹാക്കർ. അതങ്ങ് ഹാക്ക് ചെയ്തിട്ട് പറയും ഒരു സം ഓഫ് എമൗണ്ട്, ഒരു സം ഓഫ് മണി തന്നില്ലെങ്കിൽ ഇത് വിട്ടു തരില്ല, ഇതിന്റെ കൺട്രോൾ നിങ്ങൾക്ക് വിട്ടു തരില്ല എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ആ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് വിട്ടുകൊടുക്കുള്ളൂ. അപ്പൊ ഇതിനെയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു മോട്ടീവോട് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് റൂട്ട് കിറ്റ്. The term rootkit is a combination of the word root and kit. Root means admin. Kit means a package of software tools. So a rootkit is a set of tools that give someone the highest privileges in a system. അതായത് ഇവിടെ എന്താ പറയുക, റൂട്ട് കിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ടൂൾസും കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു സിസ്റ്റത്തിന്റെ അഡ്മിൻ ആയി മാറുകയാണ്. അത് ആരും കാണാതെ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ അഡ്മിൻ എന്നുള്ള ഇതിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നു. അതായത് അതിന്റെ ഫുൾ കൺട്രോൾ എന്ത് ചെയ്യാണ്, തട്ടിയെടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അഡ്മിൻ എന്നുള്ള ഫുൾ കൺട്രോളിംഗ് ഉള്ള ഒരാളെന്ന രീതിയിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ റൂട്ട് കിറ്റ്സ് ആർ പെർട്ടിക്കുലർലി ഡേഞ്ചറസ് ബിക്കോസ് ദേ ആർ ഡിസൈൻ ടു ഹൈഡ് ദിയർ പ്രസൻസ് ഓൺ യുവർ ഡിവൈസ്. അതായത് ഇങ്ങനെയുള്ള റൂട്ട് കിറ്റ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല. ഒരു സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത കാര്യം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എ ത്രെറ്റ് ആക്ടർ who has gotten a rootkit onto your machine, often by phishing email, കൂടുതൽ ഫിഷിംഗ് ഇമെയിൽസ് ഒക്കെ വഴിയാണ് ഇത് എൻ്റർ ചെയ്യുന്നത്, ഈ റൂട്ട് കിറ്റ് എൻ്റർ ചെയ്യുന്നത്, ക്യാൻ റിമോട്ട്ലി ആക്സസ് ആൻഡ് കൺട്രോൾ ഇറ്റ്. അത് ആരും അറിയാതെ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അത് കൂടുതൽ ഈ ഫിഷിംഗ് മെയിൽസ് ഒക്കെ വഴിയാണ് അവർ തട്ടിയെടുക്കുക, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പാസ്വേഡ്സ് സംഭവങ്ങളൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യും, അവർ പതുക്കെ എൻ്റർ ചെയ്യും സിസ്റ്റത്തിലേക്ക്, എന്നിട്ട് അവർ അത് ഫുൾ കൺട്രോൾ അവരങ്ങ് തട്ടിയെടുക്കും. ഓക്കെ, because they enable root level access, rootkits can be used to do things like deactivate your antivirus software, spy on your activity, steal sensitive data or execute other malware on the devices. അപ്പോൾ റൂട്ട് കിറ്റ്സ് അങ്ങനെ പതുക്കെ എൻ്റർ ചെയ്തിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത്. അവർ നമ്മുടെ സിസ്റ്റത്തിലുള്ള ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് എന്നത് ഡീആക്ടിവേറ്റ് ചെയ്യും, അവർ സ്പൈ പോലെ വർക്ക് ചെയ്യും. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിട്ട് എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മറ്റാളുകൾക്ക് ചോർത്തി കൊടുക്കും. അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ എന്ത് ചെയ്യും, തട്ടിയെടുക്കും. എക്സിക്യൂട്ട് അതർ മാൽവെയേഴ്സ് ഓൺ ദ ഡിവൈസ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതർ മാൽവെയേഴ്സ് എന്നുള്ളത് അവരെന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൂട്ട് കിറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ ആണ് സ്പൈവെയർ. സ്പൈയിങ് സോഫ്റ്റ്വെയർ, അതിനെയാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് any malware that aims to gather information about a person or organization and send it to another entity in a way that harms the user by violating their privacy, endangering their device security or other means. അപ്പോൾ സ്പൈയിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു ഇതല്ല, കാറ്റഗറി അല്ല. ഈ സ്പൈയിങ് ചെയ്യുന്ന എല്ലാ കൈൻഡ് ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെയും നമുക്ക് സ്പൈവെയർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ എൻ്റർ ചെയ്തിട്ട് ആ ഒരു പേഴ്സന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മറ്റൊരു പേഴ്സണോ അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷനോ എന്ത് ചെയ്തു കൊടുക്കുകയാണ്, ചോർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്പൈ പോലെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, ഡിവൈസിന്റെ സെക്യൂരിറ്റിനെ ഇത് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കും. Okay, this behavior may be present in other malware and in legitimate software. Hardware devices may also be affected. അപ്പോൾ ഇതാണ് സ്പൈവെയർ അല്ലെങ്കിൽ സ്പൈയിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ട്രോജൻ ഹോഴ്സ് വൈറസ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഡൗൺലോഡ്സ് ഓൺ ടു എ കമ്പ്യൂട്ടർ ഡിസ്ഗൈസ്ഡ് ആസ് എ ലെജിറ്റിമേറ്റ് പ്രോഗ്രാം. ആ ഒരു പോയിന്റ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ട്രോജൻ ഹോഴ്സ് വൈറസ് എന്ന് പറയുന്നത് ഇതൊരു കൈൻഡ് ഓഫ് മാൽവെയർ ആണ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിട്ട് തോന്നുള്ളൂ. ലെജിറ്റിമേറ്റ് പ്രോഗ്രാം, അതാണ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ടിപ്പിക്കലി ഗെറ്റ്സ് ഹിഡൻ ആസ് എൻ അറ്റാച്ച്മെന്റ് ഇൻ എൻ ഇമെയിൽ ഓർ എ ഫ്രീ ടു ഡൗൺലോഡ് ഫയൽ then transfers on to the user's device. ഓക്കെ, അപ്പോൾ ഒരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു ഫ്രീ ടു ഡൗൺലോഡ് ഫയലിലോ ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ള രീതിയിൽ ഒളിഞ്ഞിരുന്നിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നത്.
Okay, once downloaded, the malicious code will execute the task the attacker designed it for, such as gain backdoor access to corporate systems, spy on users online activity, or steal sensitive data, etc. അപ്പോൾ പക്ഷെ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പണി തുടങ്ങും. അതായത് എന്താണോ ആ ഒരു ഹാക്കർ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഹാക്കർ അങ്ങനെ ഒരു ഇത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ള പറയില്ലേ, അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ പരിപാടി അത് ചെയ്യും. അതായത് എന്ത് ചെയ്യും, ബാക്ക്ഡോർ ആക്സസ് വഴി നമ്മുടെ ചിലപ്പോൾ സ്പൈയിങ് വർക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് മനസ്സിലാക്കുക, നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രോജൻ ഹോഴ്സ് വൈറസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലെജിറ്റിമേറ്റ് പ്രോഗ്രാം. അതൊന്ന് ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഡൗൺലോഡ്സ് ഓൺ ടു എ കമ്പ്യൂട്ടർ ഡിസ്ഗൈസ്ഡ് ആസ് എ ലെജിറ്റിമേറ്റ് പ്രോഗ്രാം. ഇനി നെക്സ്റ്റ് വൺ ആണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു നെയിം ആയിരിക്കും, ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ ആയിരിക്കും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് malicious സോഫ്റ്റ്വെയർ ഓർ മാൽവെയർ ദാറ്റ് സ്പ്രെഡ്സ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കോസസ് ഡാമേജ് ടു ഡാറ്റ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിന് സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റേ കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ വൈറസസിനുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടർ വേം. റൈറ്റ് വൺസ് റീഡ് മെനി, അതിന്റെ ഷോർട്ട് ഫോം ആണ് വേം. So worm എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാർംഫുൾ സോഫ്റ്റ്വെയർ ആണ് ദാറ്റ് കോപ്പി ഇറ്റ്സെൽഫ് ആൻഡ് സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ വിത്തൗട്ട് റിക്വയറിംഗ് എനി യൂസർ ഇന്റർവെൻഷൻ. അതായത് ഇവിടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു വേമിന് സ്പ്രെഡ് ആവണമെങ്കിൽ യൂസറിന്റെ ഒരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. യൂസറുടെ ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി എന്താവും എന്നാണ് പറയുന്നത്, സ്പ്രെഡ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വേംസ് ഓഫൻ സ്പ്രെഡ് ത്രൂ ഇമെയിൽ അറ്റാച്ച്മെന്റ്സ് ദാറ്റ് മേ സീം സേഫ് ബട്ട് ദേ ക്യാൻ ആക്ച്വലി കോസ് എ ലോട്ട് ഓഫ് ട്രബിൾ. ഇപ്പൊ നമ്മൾ മെയിലൊക്കെ അയക്കില്ലേ, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക് നമ്മൾ മെയിൽ അയക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മെയിൽ വഴിയെല്ലാം സ്പ്രെഡ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് വേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൽവെയേഴ്സ് എന്ന് പറയുന്നത്. ഇതിനും കൂടുതലുണ്ട്, പക്ഷെ എക്സാംസിന് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാൽവെയേഴ്സ് ആണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ടൈപ്സ് ഓഫ് മാൽവെയേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഡിസ്പ്ലേസ് അൺവാണ്ടഡ് ഓർ സംടൈംസ് ഇറിറ്റേറ്റിംഗ് പോപ്പ്-അപ്പ് അഡ്വർടൈസ്മെന്റ്സ് വിച്ച് ക്യാൻ അപ്പിയർ ഓൺ യുവർ കമ്പ്യൂട്ടർ ഓർ മൊബൈൽ ഫോൺ. പോപ്പ്-അപ്പ് അഡ്വർടൈസ്മെന്റ്സ് അത് ഏതാണ് വരിക? ഓപ്ഷൻ എ സ്പൈവെയർ ഉണ്ട്, ഓപ്ഷൻ ബി ആഡ്വെയർ, ഓപ്ഷൻ സി വേം ആൻഡ് ഓപ്ഷൻ ഡി ട്രോജൻ ഹോഴ്സ്. നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് വഴി എന്ന് പറയുന്നത് ആഡ്വെയർ ആണ് അല്ലെ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആഡ്വെയർ ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ കീ ലോഗർ ഷോർട്ട് ഫോർ കീസ്ട്രോക്ക് ലോഗർ ഈസ് എ ടൈപ്പ് ഓഫ് സൈബർ ത്രെറ്റ്. കീ ലോഗേഴ്സ് ആർ എ ഫോം ഓഫ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ കീസ്ട്രോക്ക് ലോഗർ അല്ലെങ്കിൽ കീ ലോഗർ എന്താന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരു കീസ്ട്രോക്ക് ലോഗർ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുക? വേം, ട്രോജൻ ഹോഴ്സ്, വൈറസ്, സ്പൈവെയർ. ഇതിൽ ഏതിലാണ് പെടുക? ഓപ്ഷൻ ഡി ആണ്, സ്പൈവെയർ ആണ് വരിക അല്ലെ. നമ്മൾ സ്പൈവെയർ പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പൈവെയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൽവെയേഴ്സ് സ്പൈവെയറിന്റെ കീഴിൽ വരും അല്ലെ. സ്പൈയിങ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൽവെയേഴ്സ് എല്ലാം എന്തിന്റെ കീഴിൽ വരും? സ്പൈവെയറിന്റെ കീഴിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കീ ലോഗർ അല്ലെങ്കിൽ കീസ്ട്രോക്ക് ലോഗർ എന്ന് പറയുന്നത് ഒരു സ്പൈവെയറിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. In computing, which of the following is a program downloaded and installed on a computer that appears harmless but is in fact malicious? അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹാംലെസ് ആണെന്ന് തോന്നുമെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ട്രോജൻ ഹോഴ്സ്, ഓപ്ഷൻ ബി ടൈം ബോംബ്, ഓപ്ഷൻ സി വേം ആൻഡ് ഓപ്ഷൻ ഡി ലോജിക് ബോംബ്. നമ്മൾ ഏതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് തോന്നും? ലെജിറ്റിമേറ്റ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് എന്താണ്? മലീഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ട്രോജൻ ഹോഴ്സ് ആണ്. ഇതിൽ നമ്മൾ വേമൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷെ ലോജിക് ബോംബ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് എന്താണെന്ന് നോക്കാം. എ ലോജിക് ബോംബ് ഈസ് എ പീസ് ഓഫ് കോഡ് intentionally inserted into a software system that will set off a malicious function when specified conditions are met. അതായത് ഇന്റൻഷനലി ഒരാൾ എന്ത് ചെയ്തു വെക്കുകയാണ്? ഒരു പീസ് ഓഫ് കോഡ് എന്നുള്ളത് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്, ഒരു സോഫ്റ്റ്വെയറിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സ്പെസിഫിക് കണ്ടീഷൻസ് മെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആ സോഫ്റ്റ്വെയറിൽ പെർഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ലോക്സ് ഡാറ്റ ഫയൽസ് ആൻഡ് ഡിമാൻഡ്സ് എ മോണിറ്ററി പേയ്മെന്റ് ഇൻ എക്സ്ചേഞ്ച് ഫോർ അൺലോക്കിംഗ്? മോണിറ്ററി പേയ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ ആൻസർ ചെയ്താൽ വരുന്ന ഓപ്ഷൻ എ റാൻസം വെയർ ഉണ്ട്, ബി സ്പൈവെയർ, സി ലോജിക് ബോംബ് ആൻഡ് ഡി ട്രോജൻ ഹോഴ്സ്. ഏതാ വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ആണ്, റാൻസം വെയർ ആണ് അല്ലെ. ഒരു സം ഓഫ് എമൗണ്ട് എന്ത് ചെയ്യാണ്? ആവശ്യപ്പെടുകയാണ് അല്ലെ. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? റാൻസം വെയർ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റാൻസം വെയർ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സൈബർ വേൾഡ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് are people with extraordinary calculation skills
who use these skills for malicious purposes. അപ്പോൾ എന്താണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് അവർ പറയുന്നുണ്ട്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വാട്ട് ആർ ദ കറക്റ്റ് സീക്വൻസസ് ഓഫ് ആക്ഷൻസ് ഫോർ സക്സസ്ഫുൾ ബ്ലാക്ക് ഹാറ്റ് ഓപ്പറേഷൻ? അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് ഓപ്പറേഷന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സീക്വൻസ്, ആ പ്രോസസ്സ് എന്നുള്ളത് നമ്മളോടൊന്ന് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. എ സ്കാനിങ്, ബി റീകൺസൈൻസസ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ദ പ്ലേസ്, ഓപ്ഷൻ സി ഗെയിനിങ് ആക്സസ്, ഡി ഹൈഡിങ് ഫുട് പ്രിന്റ്സ്, ഈ മെയിൻറ്റെയിനിങ് ആക്സസ്. അപ്പോൾ ഇതിനൊന്ന് ഓർഡർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഓർഡർ എന്തായിരിക്കും? സോ ആദ്യം സ്റ്റഡി ഓഫ് ദ പ്ലേസ് ആണ് ചെയ്യുന്നത്, സെക്കൻഡ് വൺ. അതിനുശേഷം എന്താ ചെയ്യുന്നത്? സ്കാനിങ് ചെയ്യുന്നു. പ്ലേസിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് പിന്നെ അവർ സ്കാനിങ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ആക്സസ് ഗെയിൻ ചെയ്യുന്നു. ആക്സസ് ഗെയിൻ ചെയ്തിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ആ ആക്സസ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഹൈഡിങ് ഫുട് പ്രിന്റ്സ്. ഓക്കെ, ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അറിയാത്തതാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ICT റിലേറ്റഡ് ആയിട്ടുള്ള, മെയിൻലി മാൽവെയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തത്. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.